അല്ല, നമുക്കതൊക്കെ പഠിക്കണ്ട. പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തി അതിന്റെ ദോഷത്തെക്കുറിച്ച്, ഗുണവും ദോഷത്തെക്കുറിച്ച് പരിശോധിച്ചിട്ട് വേണം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോകേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഉന്നയിച്ചതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. നമുക്ക് വികസനം വേണം, അതിനോടൊപ്പം പ്രകൃതി സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ പാരിസ്ഥിതിക ആഘാതം പഠിക്കണം. ഇനിയും ദുരന്തങ്ങൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ദേശീയപാത ഞങ്ങളുടെ വികസനമാക്കി കാണിക്കാൻ മുഹമ്മദ് റിയാസ് ചെയ്തു കൂട്ടിയതെല്ലാം തിരിഞ്ഞു കൊത്തുകയാണ്. സ്ഥലമേറ്റെടുപ്പ് തങ്ങളുടെ പ്രവർത്തനമാണെന്നും നിർമ്മാണ പ്രവർത്തികൾ പരിശോധിക്കുന്നതും സംസ്ഥാന സർക്കാരാണെന്നും വീമ്പു പറഞ്ഞവർ പ്രശ്നങ്ങൾ വരുമ്പോൾ കൈയൊഴിയുകയാണ്. സംസ്ഥാന സർക്കാർ കാലാവധിയിൽ തീർക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയാണെന്ന് വ്യക്തമാണ്. NHAIയും കേന്ദ്ര സർക്കാരും വീഴ്ച പറ്റിയെന്ന് പറയുമ്പോഴും അവരുടെ അപാകത ചൂണ്ടിക്കാണിക്കുന്നവരെ അപമാനിക്കുകയാണ് ഇപ്പോഴും. കേന്ദ്ര സർക്കാർ വീഴ്ച ചോദ്യം ചെയ്യാനും മടിയാണ് നമ്മുടെ സർക്കാരിന്. പരിസ്ഥിതി ആഘാത പഠനം ഒന്നും നടത്താതെയാണ് നിർമ്മാണമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും വാ മൂടിക്കെട്ടി വയനാട് മണ്ണിടിച്ചിലിനെ കുറ്റം പറയുകയാണ് നമ്മുടെ മന്ത്രി. അലൈൻമെന്റും DPRും എല്ലാം കണ്ട് സംസ്ഥാന സർക്കാർ സമ്മതം നൽകിയതിന് പുറത്താണ് ദേശീയപാത നിർമ്മാണം നടന്നത്. ഇപ്പോൾ കൈയൊഴിയുന്നതിലെ യുക്തി എന്താണെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. സർക്കാർ ഉറപ്പുവരുത്തേണ്ട സുരക്ഷ ഉറപ്പാക്കാതെയാണ് കേരളത്തിൽ പണി നടത്തിയത്. വികസനം പിണറായി വിജയൻ ഭരണകാലത്ത് കൊണ്ടുവന്നു എന്നത് കാണിക്കാൻ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളുടെ വിഷമതകൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. സുരക്ഷ ഇല്ലാതെ ദേശീയപാത നിർമ്മിച്ചതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കുന്നില്ല. വീഴ്ചകൾ സമ്മതിക്കാൻ തയ്യാറാവാതെ കിരീടം കിട്ടാനുള്ള ഓട്ടത്തിലാണ് അമ്മായി അച്ഛനും മരുമകനും. കഴിഞ്ഞ 2 ദിവസമായി ദേശീയപാത നിർമ്മാണവും അതിന്റെ അപാകതകളും വീണ്ടും ചർച്ചയാകുകയാണ്. ഇവിടെ കേരളത്തിൽ കുറച്ചുകാലമായിട്ടൊരു ക്യാപ്സ്യൂൾ ഓടുന്നുണ്ട്. 2016 മുമ്പ് പൂട്ടിപ്പോയ നാഷണൽ ഹൈവേയുടെ ഓഫീസുകൾ എൻ്റെ അമ്മായിയച്ഛൻ വന്നോടാണ് തുറന്നതെന്നും ഇത് യാഥാർത്ഥ്യമായെന്നും. മാത്രവുമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി സ്ഥലമെടുപ്പിന് 25% പണം കൊടുത്തത് LDF ഗവൺമെന്റ് ആണെന്നും ആദ്യം പറഞ്ഞു. അത് ഏക സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നു. പക്ഷേ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ അവാസ്തവം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന് ഒരു സംസ്ഥാന ഗവൺമെന്റ് പങ്കാളിത്തം വഹിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. നിങ്ങൾക്കറിയാം, കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്നത് അത് യാഥാർത്ഥ്യമായി, ഇവർ പൂട്ടിപ്പോയി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായത് സ്ഥലം എടുത്തിട്ടിരുന്ന പദ്ധതിയാണെങ്കിൽ പോലും 50% നിർമ്മാണ ചെലവ് UDF ഗവൺമെന്റ് വഹിച്ചോളാം എന്ന ഉറപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. 2013 ലാൻഡ് അക്വസിഷൻ ആക്ട് ഇവിടെ വന്നതിനെ തുടർന്നാണ് 2016 ശേഷം മെച്ചപ്പെട്ട വില ഭൂമി നൽകിയവർ കിട്ടിയത്. അന്നേരം ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, സംസ്ഥാന ഗവൺമെന്റ് പണം പങ്കിടാം, ആ ചെലവ് പങ്കിടാം, അത് 50% UDF ഗവൺമെന്റ് കൊടുത്തത്. കൊല്ലത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ, അങ്ങനെയാണല്ലോ അത് യാഥാർത്ഥ്യമായത്. അന്നേരം ഈ ക്യാപ്സ്യൂളുകൾ ഇത് പറഞ്ഞതുകൊണ്ടൊന്നും ക്യാപ്സ്യൂൾ മാറും എന്ന വിശ്വാസമില്ല. ഇപ്പോഴും ക്ഷേമനിധി പെൻഷൻ 18 മാസം ഉണ്ടെന്ന് അവരുടെ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ ഇങ്ങനെ കുടിശ്ശിക ഇല്ലെന്ന് പറഞ്ഞിട്ട് 18 മാസം ഉണ്ടെന്ന് മുഖ്യമന്ത്രി വരെ പറയുകയാണ്. അന്നേരം ക്യാപ്സ്യൂളുകൾ തുടരും. പക്ഷേ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്, അങ്ങനെ ഒരു പുത്തൻ രീതി വന്നതിനെ തുടർന്നാണ് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം 25% ലാൻഡ് അക്വസിഷന്റെ കൊടുക്കണമെന്ന് പറഞ്ഞതും നേരത്തെ ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ഒരു മാതൃക പിന്തുടർന്നുകൊണ്ടാണ് അതിനുശേഷം ആ അക്വസിഷന് പണം കൊടുത്ത ഒരു പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇവിടെ ദേശീയപാതയുടെ വികസനം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് പല കാര്യങ്ങളിലും എതിർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടും എതിർക്കാത്തത്. ഇന്നത്തെ ദേശീയപാതയിൽ ഇത്ര അശാസ്ത്രീയമായ ഒരു നിർമ്മാണം ലോകത്തെവിടെയെങ്കിലും നടക്കുമോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതല്ലയോ? മരണക്കിണറിൽ കയറുന്നതുപോലെയാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയിലേക്ക് കയറേണ്ടി വരുന്നത്. എതിലേക്കൂടെ ഓടിക്കണമെന്നറിയില്ല, എതിലേക്കൂടെ വണ്ടി വരണമെന്നറിയില്ല. അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളൊക്കെ ഒരു പദ്ധതിയെ എതിർക്കാത്തത്
അല്ലെങ്കിൽ ഈ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് ഈ എതിർപ്പുകൾ വന്നാൽ പദ്ധതി തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ ഗവൺമെന്റ് മലയാളിയുടെ ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നേതൃത്വം കൊടുക്കണം, അവരിടപെടണം. കാരണം നാഷണൽ ഹൈവേ മാനുവലിൽ തന്നെ പറയുന്നത് ഓൾട്ടർനേറ്റ് മോട്ടറബിൾ റോഡ് ഇട്ടതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നുള്ളതാണ്. അതൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയും ഈ കാലാവധിക്കുള്ളിൽ പണി തീർക്കണം, അതുകൊണ്ട് എന്ത് ദോഷം വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സമീപനവും, ഇത് ശരിയായി പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഇവരെ എല്ലാവരെയും അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് ശ്രീ റിയാസിന്റെ പ്രസ്താവനകൾ കാണുകയുണ്ടായി. പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഭരണഘടനാ സ്ഥാപനമാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു മനോഭാവം. അത് സ്വാഭാവികമാണ്, മൂക്കാതെ പഴുത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിനൊരു ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ വേട്ടയാടിയ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് കൊണ്ടുപോലും കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഹൈവേ അതോറിറ്റിയും തന്നെ അവർക്ക് വീഴ്ച പറ്റി എന്ന് പറയുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഒരു വാക്ക് കൊണ്ടുപോലും അവരെതിരെ പ്രതിപാദിക്കാതിരിക്കുന്നത്? അവരുടെ അപാകതകൾ ചൂണ്ടിക്കാണിക്കണമെന്നുള്ള ഏറ്റവും ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ സമിതി പറയുന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് പറയുന്നവരെ കടന്നാക്രമിക്കുന്ന എന്ത് മാനസികാവസ്ഥയിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ദേശീയപാത അനിവാര്യമാണ്, പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ആ പണി മേൽനോട്ടം വഹിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ തന്നെ കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കുറ്റവും ഈ കരാർ കമ്പനിക്കെന്നാണ്. അപ്പൊ അതിന് മേൽനോട്ടം വഹിക്കാൻ NHA അധികൃതർക്കോ മറ്റാർക്കോ യാതൊരു പങ്കുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്ത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് പറയുന്നു. അലൈൻമെന്റ് തയ്യാറാക്കിയിട്ട് കൺകറൻസിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. അതാണല്ലോ എന്റെ ഇത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺകറൻസോട് കൂടി മാത്രമേ അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം DPR സ്റ്റേറ്റ് ഗവൺമെന്റിന് ഷെയർ ചെയ്യും. ഇതിലെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായം പറയാനുണ്ട്. മാത്രവുമല്ല, ദേശീയപാത അതോറിറ്റിയുടെ ഡിസൈൻ പ്രകാരം അല്ലെങ്കിൽ അതിന്റെ പരിശോധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടടുത്ത് ഒരു കരാറുകാരൻ മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് യോജിക്കാനൊക്കത്തില്ല. ഇന്ന് പറഞ്ഞേക്കുന്ന പുതിയ വിവാദം വയനാടിൽ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ടാണ് കൂരിയാട് ഇത് തകർന്നതെന്നുള്ള വിചിത്രമായ വാദവുമായിട്ടാണ് വരുന്നത്. അന്നേരം ഈ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും യുക്തിക്ക് നിരക്കുന്ന വാദങ്ങളായി കാണുന്നില്ല. ഞങ്ങൾ ആരും ദേശീയപാതയ്ക്കെതിരല്ല. ദേശീയപാത കേരളത്തിന് അനിവാര്യമാണ്. പക്ഷേ അത് മനുഷ്യന്റെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനവുമായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ല, നിശ്ചയിച്ച സമയത്ത് നടത്തിക്കോട്ടെ. സഞ്ചാരയോഗ്യമായി മനുഷ്യന് ജീവനിൽ ഭയമില്ലാതെ സഞ്ചരിക്കാവുന്ന ഒരു ദേശീയപാതയാണല്ലോ നമുക്ക് വേണ്ടത്. പിണറായിയുടെ കാലാവധിക്കുള്ളിൽ തീർക്കുന്ന ദേശീയപാത എന്നല്ല ആയിരിക്കും പ്രയോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു ദേശീയപാത അത് തീർക്കണം. തീർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലോ എല്ലാ ഗവൺമെന്റുകൾക്കും പങ്കുള്ളതാണ്. കൂടുതലും പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയുകൊണ്ട് അത് പോയിക്കോട്ടെ. അന്നേരം ഈ ക്യാപ്സ്യൂളുകൾ അവസാനിപ്പിക്കുക, അതിന് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി നോക്കേണ്ടത്. പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ നാഷണൽ ഹൈവേയുടെ കാലനാണെന്ന് റിയാസ് പറയുമ്പോൾ കേരളത്തിന്റെ കാലൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വിധിയെഴുത്ത്, നിലമ്പൂരെ വിധിയെഴുത്ത് വരുമ്പം മനസ്സിലാവും. റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലന്റെ സഞ്ചാരവാഹനം എന്ന് പറഞ്ഞാൽ പോത്താണല്ലോ. പിന്നെ കേരളത്തിലെ കാലന്റെ സഞ്ചാരവാഹനം ആയ പോത്തിന് തുല്യമായിട്ടാണ് റിയാസിന്റെ പ്രസ്താവനയെ കാണാൻ സാധിക്കുന്നത്.